Welcome back to Nico's World YouTube channel. അപ്പോൾ എന്താ അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് എവിടെ പോകണമെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹെയർ ഒന്നൊരു സ്പായോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തു. അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ അതുപോലെ അതേ ഓട്ടോയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് കേട്ടോ. പിന്നെ ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതുകൊണ്ട് വലിയ സീനില്ല, എന്നാലും ചൂടും ഒക്കെയാണ് കേട്ടോ. നിക്കുവിൻ്റെ ഫേവറേറ്റ് റൈഡാണ് കേട്ടോ ഈ ഓട്ടോയിലുള്ളത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഹോട്ടലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഹെയറിന് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിക്കാൻ കരുതി കേട്ടോ. ഒന്നും നടന്നില്ലെങ്കിൽ സ്പാ എങ്കിലും ചെയ്തിട്ട് വരാൻ കരുതി. അപ്പോൾ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഇനി കൊഴിയാനായിട്ടൊന്നുമില്ല. ഇനി വെയിറ്റ് ചെയ്തിരുന്നാൽ ഞാൻ മുട്ട പോലെ ആവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നായിട്ട് തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ എല്ലാം പച്ചമയമല്ലേ എൻ്റെ ഡ്രസ്സും. അങ്ങനെ നമ്മുടെ പെരുമ്പഴൂരുള്ള ഒരു നക്ഷത്ര എന്ന് പറയുന്ന പുതുതായിട്ട് വന്നതാണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചൊക്കെ മുന്നേ ഉണ്ട്. ഇവിടെ വന്നത് പുതുതായിട്ടാണ്. മാറനല്ലൂരും ബാലമൂരും ഒക്കെ ബ്രാഞ്ചുണ്ട്. അങ്ങനെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ സംഭവം എൻ്റെ ഹെയറൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേനും അവർ ബോട്ടോക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരി, ഞാൻ വിചാരിച്ചു എനിക്ക് ബോട്ടോക്സ് ചെയ്യാൻ മുന്നേ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം കുറച്ച് സ്മൂത്തനിങ്ങിനൊക്കെ കാട്ടിലും ഒക്കെ കുറച്ച് ബെറ്റർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഹെയറിൻ്റെ ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 6-7 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയായിരുന്നു എൻ്റെ ഹെയർ ഇത്രയും ഷോർട്ടും തിന്നും ആയതുകൊണ്ട് അത്രയും ടൈമൊന്നും എടുക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനത്തെ എന്നെ മൊത്തം റാപ്പ് ചെയ്ത് അവിടെ അവർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ സർവീസൊക്കെ കൊള്ളാമെന്ന് വെച്ചാൽ അവർക്ക് പഠിച്ചിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. അറിയാമെന്നുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, അത് നന്നായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു ബിഹേവിയർ എനിക്ക് അത്രയ്ക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ. അവർ നമുക്കൊരു കംഫർട്ട് ഉണ്ടാക്കി വെക്കുന്നില്ല അവർ. അതായത് വരുന്ന കസ്റ്റമർക്ക് ഒരു കംഫർട്ട് ലെവൽ തരുന്നില്ല അവർ തല വെറ്റ് ചെയ്തിട്ട് അവരവരെ പടം നോക്കി പോകുന്നു. അവിടെ അവർ ഒരു കസ്റ്റമർ കിട്ടിയാൽ അവരുടെ അടുത്ത് തന്നെ നിൽക്കണം, അവരുടെ അടുത്ത് നിന്ന് അവർക്ക് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ പക്ഷേ അവർ അപ്പോഴത്തെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഹെയർ വെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നു, നന്ന തല അതുപോലെ വെച്ചിട്ട് പോകുന്നു. അങ്ങനെ പല പരിപാടികളും കേട്ടോ. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചെയ്ത സംഭവമൊക്കെ വർക്കൊക്കെ നല്ലതായിരുന്നു. പക്ഷേ അത് മാത്രം പോരല്ലോ നമുക്ക്. അപ്പം ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നിക്കുന് ഫ്രൈഡ് റൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാനും നിക്കും കൂടെ കഴിച്ചു. പാവം കേട്ടോ, അമ്മ ഒന്നും കഴിച്ചില്ല. തൊട്ടടുത്തല്ലേ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടും അമ്മ കേൾക്കണില്ല. വീട്ടിൽ രണ്ടും കൂടെ പോയിട്ട് ഉറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും കേൾക്കുന്നില്ല. അമ്മ ഒന്നും കഴിക്കാതെ അവിടെ ഇരിക്കുന്നു. ഞാനും നിക്കും കൂടെ കഴിച്ചു. അവരും ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് അവർ വന്നിട്ട് അടുത്ത് തന്നെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് നല്ല അയൺ ചെയ്ത് നല്ല നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. എനിക്ക് നല്ല സ്ട്രെയിറ്റ് മുടി എനിക്ക് നന്നായിട്ട് ചേരത്തില്ല എൻ്റെ ഫേസിന്. എനിക്ക് കുറച്ച് വേവി ആയിട്ടുള്ള ഹെയറാണ്. ചേരുന്നത് പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പം ഇത് ഒന്ന് സെറ്റായി വരും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ ഒരു വിധത്തിൽ എത്തിയതിന് ശേഷം അമ്പലത്തിൽ പോക്ക് പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തു. കാരണം നല്ല ലേറ്റായിരുന്നു. നമ്മൾ 3 പേരും ടയർഡായി. വേറൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ നന്നായിട്ട് ടയർഡായി. അങ്ങോട്ട് പിടിച്ച് വലിച്ച് മുടി, ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് ഒരു ബഹളമായിരുന്നല്ലോ. അങ്ങനെ നിക്കുനമ്മ പായസം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അതാണ് അവൾ കഴിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ വെച്ചിട്ട് ഇനി കുറച്ച് ദിവസം ഷോ ഓഫ് ആയിരിക്കുമല്ലോ, കുറേ ഹെയർ വെച്ചിട്ടൊക്കെ നോക്കി. പക്ഷേ സ്മൂത്തനിങ് പോലെയല്ല, ഇതിൻ്റെ ടെക്സ്ചർ പെട്ടെന്ന് മാറും. ബോട്ടോക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ടെക്സ്ചർ മാറും കേട്ടോ. ഇങ്ങനെ തന്നെ കിടക്കത്തില്ല. എനിക്കതാണ് വേണ്ടത്. എനിക്കിങ്ങനെ തന്നെ കിടക്കുന്ന വലിയ താല്പര്യമില്ല. കുറച്ചൊന്ന് ഇതായിട്ട് കിടക്കണതാണ് ഇഷ്ടം, വേവി ആയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കണേട്ടാ കേട്ടോ. അവിടെ ഒരു പഴയ ഫോൺ, അതാരെന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിളിയാണ്. പായസം കൊള്ളാമോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ട? ഓക്കെ. ഹലോ ഗായ്സ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അവിടെ തന്നെ വീണ്ടും പോയി അടുത്ത് ഹെയർ വാഷ് ചെയ്യാൻ വരാൻ പറഞ്ഞു. സ്പായൊക്കെ ചെയ്തു, ഹെയർ വാഷൊക്കെ ചെയ്ത് സെറ്റായിട്ട് വീണ്ടും പോയേട്ടോ. അപ്പോൾ അപ്പം ചേട്ടനെ നിക്കുവാണ് എന്നെ കൊണ്ടുവിട്ടിട്ട് പോയേട്ടോ. അവർ ഇത്ര നേരം അവിടെ ഏകദേശം 1 മണിക്കൂർ ആവും. അപ്പോൾ അവിടെ അവർക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി രണ്ടുപേരും കൂടെ പോയി. അപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ അവിടെ. അവർ സ്പായൊക്കെ ചെയ്ത് വീണ്ടും ഞാൻ നോക്കുകയാണ് എന്താണ് മുടിയുടെ അവസ്ഥയെന്നൊക്കെ കേട്ടോ അവിടെ നിന്ന്.
കുഴപ്പമില്ല എന്ന് തോന്നുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും എൻ്റെ ഫേസിന് സെറ്റായി വരും. ഞാൻ ഓൾറെഡി 3-4 വട്ടം സ്മൂത്തൊക്കെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അതേ വീണ്ടും നോക്കി ഭയങ്കര സീനായിരിക്കും, ഭയങ്കര ഫോട്ടോ എടുപ്പും ഭയങ്കര ബഹളമായിരിക്കും. എന്തേ ഒരാളവിടെ വേറെ പരിപാടിയിലാണ്. ശരിക്കും ഞങ്ങളിപ്പോൾ പോട്ടിയല്ല യൂസ് ചെയ്യണം, ഞങ്ങൾ ടോയ്ലറ്റ് സീറ്റൊക്കെ വെച്ചിട്ട് ടോയ്ലറ്റാണ് യൂസ് ചെയ്യണം കേട്ടോ. പക്ഷേ ടോയ്ലറ്റ് സീറ്റ് നമ്മളെ റൂമിലാണ്, അപ്പോൾ ആൾക്ക് ഇവിടെ ആകുമ്പോഴത്തേനും നമ്മൾ ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഞങ്ങളിതേ ഉച്ചയായപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് ലുലു മോളിൽ പോകാൻ നേരത്തെ കേട്ടോ, ഞാനും നിക്കും ചേട്ടനും കൂടെ. അപ്പോൾ അത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി. നിക്കുവിന് മുടിയൊന്നും കെട്ടി കൊടുത്തിട്ടില്ല, വിത്ത് ഫുൾ മേക്കപ്പിൽ ആൾ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാനും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൾ ഉറങ്ങുന്ന ടൈമാണ്, അതുകൊണ്ട് ഉറങ്ങും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മുടി കെട്ടി കൊടുക്കാത്ത കേട്ടോ. ഞാൻ ചെയ്യണ കണ്ടിട്ട് എപ്പോഴും ഇപ്പോൾ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ പറയണം കേട്ടോ പരിപാടി. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഉടനെ നമ്മുടെ സ്ഥിരം പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിക്കുവിൻ്റെ പേരിൽ ഞാൻ നിക്കുവിന് വേണ്ടിയിട്ട് സ്നാക്സ് എടുത്ത് വെക്കും, എന്നിട്ട് കഴിക്കണ ഫുള്ള് ഞാനായിരിക്കും. എന്താ ശീലമായിപ്പോൾ നമ്മൾ കാറിൽ കയറി ഉടനെ എനിക്ക് അവൾക്ക് എന്തെങ്കിലും കഴിക്കണം. അവളെ അച്ഛൻ പറയും എപ്പോഴും എന്നെപ്പറ്റി പറഞ്ഞ കേട്ടോ, പുറത്തിറങ്ങിയ ഉടനെ വിശക്കും എനിക്ക്. ചേട്ടൻ്റെ കൂടെ പുറത്തിറങ്ങിയ ഉടനെ എനിക്ക് വിശക്കും. ഇപ്പോൾ സെയിം മോളും അതുപോലെ കണ്ട് പഠിച്ചേക്കുവാണെന്ന് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. തിരക്ക് കുറവായിരിക്കും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഉച്ച സമയത്ത് ഇറങ്ങിയത് കേട്ടോ. അതാകുമ്പോൾ അവൾ കാറിൽ കിടന്ന് അവിടെ വരെ ഉറങ്ങുമല്ലോ എന്നും കരുതി. അപ്പോൾ പക്ഷേ അവിടെ എവിടെയായിട്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളിതേ അവിടെ സൈഡായി നമ്മൾ പില്ലോ ഒക്കെ എടുത്ത് വെച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ എവിടെയായിട്ട് നിർത്തുന്നുണ്ട് വണ്ടി, കാരണം ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം. എനിക്ക് പതുക്കതേ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങും വേണ്ടാണ് ആൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ആളൊന്ന് ഫ്രഷപ്പായി അപ്പോൾ എഴുന്നേൽക്കുമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും, നമുക്ക് തന്നെ പണിയായിരിക്കും കേട്ടോ, എല്ലാത്തിനും നിർബന്ധമായിരിക്കും. അപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം അങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ എന്നായിരിക്കും. കുറേ ദിവസം കൊണ്ട് എനിക്ക് പറയുന്നുണ്ട് ലുലു പോവാന്ന്. എനിക്ക് മാത്രമല്ല ഞാനും പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് എന്താ പറ്റാതെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എന്തായാലും പോയേ പറ്റും. നമ്മൾ 3 മാത്രമല്ലേ വീട്ടിലുള്ളൂ. അപ്പം പോകണമെന്ന് ഞാനും നിക്കും കിടന്ന് ആവശ്യം വിളിച്ചു കേട്ടോ. നിക്കുവിൻ്റെ പേരിൽ ഞാനും കൂടെ കിടന്ന് ബഹളം വെച്ച് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നിക്കും മെയിനായിട്ട് അവിടെ പോകുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, അവിടെ ഊഞ്ഞാലാടാം, വണ്ടിയിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ബഹളം വയ്ക്കുന്നത്, ലുലു പോവാന്ന് കേട്ടോ. ഇപ്പോൾ അവളെ വിട്ട് ഞാൻ എല്ലാം പറയിക്കും. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിക്കുവിനെ വിട്ട് പറയിപ്പിക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി. അവളെല്ലാം അതുപോലെ പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ലുലുവിലെത്തിയിട്ടുണ്ട്. അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും ഈ ടൈമിലൊക്കെ തിരക്ക് കുറവായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഉച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെത്തിയപ്പോൾ 3-3:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ 3-3:30 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു, അറിയത്തില്ല, ടൈമൊന്നും നോക്കില്ല. എന്തായാലും അപ്പോഴൊക്കെ തിരക്ക് ഇച്ചിരി കുറവായിരിക്കും എന്ന് കരുതി. പക്ഷേ നല്ല തിരക്കായിരുന്നു. അയ്യോ എന്തൊരു ബഹളമായിരുന്നു. ഒരു വല്ലാത്ത ഹറിബറിയായിപ്പോയി. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ ചായ കുടിക്കാനായിട്ട് പോയത്. ചായ കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. 4 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സീനാണ്. അങ്ങനെ നിക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിൽ ഉറങ്ങി എഴുന്നേറ്റ് അവിടം വരെ ഉറങ്ങി കേട്ടോ. ആ വണ്ടി ലുലുവിൽ എത്തുന്നവരേക്കും ഉറങ്ങി. പിന്നെ ലുലു എത്തി എന്ന് പറഞ്ഞ് ഉണർത്തിയത് കൊണ്ട് മാത്രം ആൾ കരയാതിരുന്നു കേട്ടോ. വീട്ടിലെങ്ങാനും ഉണർന്നിരുന്നെങ്കിൽ ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ലുലു എത്തിയെന്ന് പറഞ്ഞതും ആളുടെ മുഖത്ത് ചിരിയൊക്കെ വന്ന് ഉണർന്നു. എന്നാലും ആ ഒരു കിറുക്കത്തിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആൾ ഒരു ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ആ ക്ഷീണത്തിലിരിക്കുകയാണ്. എന്നാലും കരയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്, നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്തല്ലേ എത്തിക്കണേന്നോ. ഞങ്ങൾ 2 ചായയും കുടിച്ച് കട്ട്ലറ്റും കഴിച്ചു. നിൽക്കുന്നൊരു ഈ ബട്ടർ ബൺ മേടിച്ചു. അവളത് ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ. കുറച്ച് കഴിച്ചു, ബാക്കി ഞാനും എടുത്ത് കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ കറങ്ങി. മെയിൻ ആവശ്യം അവളെ ഇവിടെ കൊണ്ടുപോവുക, വല്ല വണ്ടിയിലും ഇതിലൊക്കെ കയറ്റി, അതൊക്കെ തന്നെയാണ് കേട്ടോ മെയിൻ ആവശ്യം. വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വെറുതെ ഒരു കറക്കം, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് കരുതി. അങ്ങനെ നമ്മൾ സ്ഥിരം വണ്ടിയിലൊക്കെ കയറി കുറേ നേരം കറങ്ങി കേട്ടോ. അവൾ എപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ ഇതിലൊക്കെ കയറുമ്പോഴും കറങ്ങുമ്പോഴും ഒക്കെ. പിന്നെ കുഞ്ഞു പിള്ളേരുടെ കിഡ്സ് സെക്ഷനിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇങ്ങനെ കറക്കലും ബഹളമൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമ്മളെപ്പോഴും ഓൾറെഡി ഇപ്പം തന്നെ ഒരു 3-4 തവണ നമ്മൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥിരം സംഭവത്തിൽ
നമ്മൾ ചെയ്യല്ലേ. എന്നാലും അവൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞിട്ടില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കയറാനും ഒക്കെ. ഇപ്പോഴത്തെ ആവശ്യം ചെയ്യുക ആ സംഭവം ആ വീലിൽ പോകുന്ന പോലത്തെ അതിലൊക്കെ കയറണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം കേട്ടോ. അപ്പം അതിനി കുറച്ച് കാലം കൂടെ കഴിയണം എന്ന് നമ്മൾ പറയായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അതിലൊന്നും കയറ്റത്തില്ലല്ലോ. ഇപ്പം കുഞ്ഞുപിള്ളേരുടെ സെക്ഷനിൽ ഈ സംഭവങ്ങൾ ഈ പശുവും സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ പശുവിൻ്റെ പുറത്ത് ആൾ കയറിയിരിക്കുവാണ്. ഇപ്പോൾ പിന്നെ ഭയങ്കര ഡിമാൻഡൊക്കെയാണ് അവിടെ പോകാം ഇവിടെ പോകാം എന്നൊക്കെ പറഞ്ഞ്. മുന്നത്തെ പോലെയല്ല, നമുക്ക് ഒരേ ഏജ് ആവും തോറും അവർക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അറിവായിട്ട് തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരൂലേ. അയ്യോ ആ അവസ്ഥയിലാണ് കേട്ടോ നമ്മളിപ്പോൾ. അവൾക്കിപ്പോൾ അവിടെ കയറണം ഇവിടെ കയറണം എന്നൊക്കെ അവൾ ഇങ്ങോട്ട് ഡിമാൻഡ് വെച്ച് തുടങ്ങി. അപ്പോൾ പുതുതായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തത് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും വന്നിട്ട് നമ്മൾ കയറ്റിയൊന്നുമില്ല. തീരെ കുഞ്ഞല്ലേ. ഇപ്പം തന്നെ കയറിയതിൽ അവളാണ് അതിൽ ഏറ്റവും കുഞ്ഞ്. അപ്പം നമുക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇത് ഇച്ചിരി സ്പീഡിന് ഇച്ചിരി ഹൈറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങും കേട്ടോ. അപ്പം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അവൾ എന്നെ കുഞ്ഞിതിൽ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് കരയോ എന്നൊന്നും പേടിച്ചു. പക്ഷേ ഇല്ല, ആൾ കരഞ്ഞൊന്നുമില്ല. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എല്ലായിടവും നോക്കിയിട്ട് ഭയങ്കര അത്ഭുതത്തിൽ ചെറിയൊരു ഇത് ഫസ്റ്റ് മൂവ് ആയപ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ അന്തം വിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് അവളെന്താ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്തതേ നടക്കുകയാണ്. ഭയങ്കര ഡാൻസും പാടി പാട്ടും പാടി. ഞാൻ ബാഗ് തൂക്കിക്കണ പോലെ അവൾക്ക് അവളുടെ വാട്ടർ ബോട്ടിൽ തൂക്കണമെന്നാണ് പറയണത്. അങ്ങനെ ഇതേ നോക്കും, ചേട്ടൻ തൂക്കി കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഇതേ കണ്ടോ, ഞാൻ എങ്ങനെ തൂക്കിയിരിക്കുന്നു അതുപോലെ തൂക്കിയിട്ട് അവൾക്ക് ഇങ്ങനെ നടക്കണം. അതെ, ആടിപ്പാടി നടക്കണം. വഴിയിലുള്ളവർക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കണം. അപ്പം നമ്മൾ എന്ത് കാണിക്കുന്നു അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രായമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതുപോലെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ അലഞ്ഞ് നടന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടെ വരുമ്പോഴത്തേനുമാണ് എന്തെങ്കിലും മേടിക്കണം, എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലും മേടിക്കാനൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ വെറുതെ അവൾക്ക് വേണ്ടിയിട്ട്, മെയിനായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ആണ് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതാണല്ലോ നമ്മുടെ മെയിൻ ആവശ്യം. അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ വെറുതെ അവിടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നു. തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കാനും പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് MOT ആണ് കുറച്ചുകൂടെ തിരക്ക് കുറവ്. അപ്പം അവിടെ കുറച്ച് നേരം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ബഹളവും. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. നേരെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് വീണ്ടും ചായയൊക്കെ കുടിച്ച് ഒരു കൊത്തു പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. ആ സംഭവം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, ചേട്ടൻ എന്തായാലും കഴിക്കത്തില്ല. എനിക്ക് വന്ന് ചെറുതായിട്ടൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് അതിൻ്റെ മുട്ടയും സംഭവങ്ങളൊക്കെ എടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.